വിനീഷിന്റെ ജീവിതം വീണ്ടും സുഗന്ധപൂർണമാവുകയാണ്. 2015 ജൂലൈ വിനീഷിന്റെ ജീവിതം മാത്രമല്ല, ഒരു കുടുംബത്തിന്റെ എല്ലാ പ്രതീക്ഷകളെയുമാണ് തകർത്തത്. വിനീഷിന് കെട്ടിട നിർമ്മാണ ജോലിക്കിടെ വീണ് പരിക്കേറ്റിരുന്നു. നട്ടലിന് ക്ഷതമേറ്റുവെന്ന് മനസ്സിലാക്കാൻ ദിവസങ്ങൾ വേണ്ടിവന്നു. പിന്നീട് നിരന്തരം ചികിത്സകൾ. ഇപ്പോൾ വാക്കറിന്റെ സഹായത്തോടെ മാത്രമേ എഴുന്നേറ്റ് നിൽക്കാനും നടക്കാനുമാവുകയുള്ളൂ. കിടക്കയിൽ ഇരുന്നും കിടന്നും ജീവിതം തള്ളി നീക്കുന്നതിനിടയിൽ പ്രത്യാശയുടെ സുഗന്ധം പരത്തി സോപ്പ് നിർമ്മാണം കണ്ണിൽ തെളിഞ്ഞു. അച്ഛന്റെ സഹോദരൻ മുഖേനയാണ് സോപ്പ് നിർമ്മാണം പഠിച്ചത്. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സ്ഥിതിയിൽ എനിക്കിപ്പം സോപ്പ് നിർമ്മിച്ചാലേ മതിയാവും. അതുകൊണ്ടാണ് സോപ്പ് നിർമ്മാണം തുടങ്ങി. എല്ലാവരും സഹകരണം കൊണ്ടിങ്ങനെ പോകുന്നു. 3 ഗന്ധങ്ങളിൽ 3 നിറങ്ങളിൽ സോപ്പ് നിർമ്മാണം 6 മാസമായി നടക്കുന്നു. ഭാര്യ പ്രജീഷയും വീട്ടുകാരും സഹായത്തിനുണ്ട്. വിപണനം വലിയ പ്രതിസന്ധി തീർത്തപ്പോൾ കുട്ടികൾ വിനീഷിനൊപ്പം ചേരുകയാണ്. സോപ്പ് നിർമ്മിക്കാനല്ല, അത് വാങ്ങാൻ. വൈക്കലശ്ശേരി UP സ്കൂളിലെ കുട്ടികൾ വിനീഷിന്റെ വീട്ടിലെത്തി 130 സോപ്പുകൾ വാങ്ങി. സ്കൂളിലെ മുഴുവൻ കുട്ടികളും മാസത്തിൽ ഒരു സോപ്പ് വെച്ച് വാങ്ങുമെന്ന് ഉറപ്പും നൽകി. പ്രതിമാസം ഒരു സോപ്പ് എന്ന പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അതിനുള്ള വിനീഷ് ചേട്ടന് വേണ്ട എല്ലാവിധ സഹകരണങ്ങളും ഞങ്ങളെ കയ്യിൽ നിന്ന് ലഭിക്കുന്നതാണ്. കുടുംബശ്രീയുടെ ഹോം ഷോപ്പ് പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന എല്ലാ ഷോപ്പുകളും ഏറ്റെടുക്കാമെന്ന് ജില്ലാ ഹോം ഷോപ്പ് അധികൃതരും അറിയിച്ചിട്ടുണ്ട്. വിനീഷ് വിധിയെ പഴിച്ച് വിഷമിച്ചു കിടക്കാൻ തയ്യാറല്ല. അയാൾ പൊരുതുകയാണ് ജീവിതത്തോട്. അതിനായി ആദ്യം വേണ്ടത് മനസ്സാണെന്ന് വിനീഷ് കാണിച്ചു തരുന്നു. മാതൃഭൂമി ന്യൂസ്, വടകര.